ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. EC6ന്റെ 65ാമത്തെ ഡ്രോയുടെ റിസൾട്ട് ആണ് ഈ വീഡിയോയിൽ. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള 64ാമത്തെ ഡ്രോയിൽ മെഗാ ഡ്രോ പ്രൈസ് കാറ്റഗറിയിൽ ഒരാൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് 15 മില്യൺ ദിർഹമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രോയുടെ റിസൾട്ട് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം റാഫൽ ഡ്രോ റിസൾട്ട് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ 6 പേരുടെ നെയിമും അവരുടെ റാഫൽ ഐഡിയും കാണാൻ പറ്റും. ഈ ഒരു 6 പേരാണ് ഈ പ്രാവശ്യത്തെ റാഫൽ ഡ്രോയിൽ വിൻ ചെയ്തിട്ടുള്ളത്. വിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് 15,000 ദിർഹം വീതമാണ് ലഭിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. ഇനി അടുത്തതായിട്ട് നമുക്ക് മെഗാ ഡ്രോ റിസൾട്ട് നോക്കാം. ഈ പ്രാവശ്യം EC6 മെഗാ ഡ്രോയിൽ സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പറുകൾ 16, 9, 17, 11, 24, 8 എന്നീ നമ്പറുകളാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പർ കയ്യിലെടുക്കുക. അതിലുള്ള 3 നമ്പർ EC6 സെലക്ട് ചെയ്തിട്ടുള്ള നമ്പറിൽ ഉണ്ടെങ്കിൽ ഡിസോർഡറിൽ മാച്ച് ആയാലും മതി. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ട്. മാച്ച് ആയിട്ടുള്ള ഓരോരുത്തർക്കും ലഭിക്കുക 5 ദിർഹമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. ഇനി അടുത്തതായിട്ട് തേർഡ് പ്രൈസ് ആണ്. വിന്നിംഗ് പ്രൈസ് 15,000 ദിർഹമാണ്. പക്ഷേ 15,000 ദിർഹം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ലഭിക്കില്ല. ഒന്നിലധികം വിന്നർ ഉണ്ടെങ്കിൽ അവർക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് നൽകുക. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പറിലുള്ള 4 നമ്പർ EC6 സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പറിലുള്ള 4 നമ്പറുമായിട്ട് ഡിസോർഡറിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൂടി 15,000 ദിർഹം ഡിവൈഡ് ചെയ്തിട്ടാണ് നൽകുക. ഇനി അടുത്തതായിട്ട് സെക്കൻഡ് പ്രൈസ് ആണ്. വിന്നിംഗ് പ്രൈസ് 1,50,000 ദിർഹമാണ്. ആ ഒരു പ്രൈസും ഡിവൈഡ് ചെയ്തിട്ടാണ് നൽകുക. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പറിലുള്ള 5 നമ്പർ EC6 സെലക്ട് ചെയ്തിട്ടുള്ള നമ്പറുമായിട്ട് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ തന്നെ റീസൺ ആയിട്ടുള്ള ഇതിന്റെ മെഗാഡ്രോ പ്രൈസ് ആണ് 15 മില്യൺ ദിർഹം. കഴിഞ്ഞ ആഴ്ച ഈ ഒരു കാറ്റഗറിയിൽ വിന്നർ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പറും EC6 സെലക്ട് ചെയ്തിട്ടുള്ള 6 നമ്പറും കൃത്യമായിട്ട് മാച്ച് ആവേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടേത് മാച്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. അവർ വിന്നേഴ്സിന്റെ ലിസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം 15 മില്യൺ ദിർഹം കാറ്റഗറിയിൽ വിന്നർ ഇല്ല. ഇനി സെക്കൻഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 9 പേര് വിൻ ചെയ്തിട്ടുണ്ട്. അതായത് 9 പേരുടേത് 5 നമ്പർ മാച്ച് ആയിട്ടുണ്ട്. ഈ ഒരു 9 പേർക്ക് 1,50,000 ദിർഹം ഡിവൈഡ് ചെയ്തിട്ടാണ് നൽകുക. ഇനി 4 നമ്പറും 3 നമ്പറും മാച്ച് ആയിട്ടുള്ളത് ഒരുമിച്ചാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മൊത്തം 6,456 പേര് വിൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൂടി 45,150 ദിർഹമാണ് ലഭിക്കുക. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. EC6ന്റെ 65ാമത്തെ ഡ്രോയുടെ റിസൾട്ട് ഇതാണ്. ഈ പ്രാവശ്യം നിങ്ങൾ വിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ഡ്രോയിൽ നിങ്ങൾ ആവട്ടെ വിജയ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ EC6ൽ എങ്ങനെ ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ളതിന്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അറിയണം താല്പര്യമുള്ള ആൾക്കാരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് കമന്റ് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുവരെ ബൈ.